അയാന പാർട്ട് 38. സൂര്യൻ ഉദിച്ചു. വെളിച്ചം വന്ന് മുഖത്തേക്ക് അടിക്കുമ്പോഴാണ് സിദ്ധു കണ്ണ് തുറക്കുന്നത്. തുറന്നതും അവൻ ആദ്യം നോക്കിയത് തൊട്ടപ്പുറത്തേക്കായിരുന്നു. പക്ഷേ അന്വേഷിച്ച ആള് അവിടെ ഇല്ലെങ്കിലും അവനൊരു പുഞ്ചിരിയോടെ എണീറ്റു. തോർത്തും തോളിലിട്ട് ബാത്റൂമിലേക്ക് കയറി മൈപ്പ് തിരിക്കുമ്പോൾ വെള്ളമില്ലായിരുന്നു. അത് കണ്ടതും അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. അടുക്കളയിലേക്ക് വരുമ്പോൾ അയാനെ അവിടെ തിരിഞ്ഞു നിന്ന് പുട്ടുണ്ടാക്കുമായിരുന്നു. നനഞ്ഞ മുടി വിടർത്തിയിട്ടിട്ടുണ്ട്. അതിൽ നിന്നും വെള്ളം താഴേക്ക് വീഴുന്നത് അവൻ കത് കണ്ടതും അമ്മൂ അവന്റെ വിളി കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. എന്താണ് എന്ന പോലെ ഇളം പുഞ്ചിരിയോടെ നോക്കുന്ന അവളെ നോക്കിയതും അവന്റെ കണ്ണിൽ ആദ്യം പതിഞ്ഞത് സിന്ദൂരമായിരുന്നു. അത് അവനിൽ വലിയൊരു പുഞ്ചിരിയുണ്ടാക്കി. നിന്റെ മുടിയിൽ നിന്നും വെള്ളം വീഴുന്നു, നീ ശരിക്ക് തുടച്ചില്ലെന്ന് തോന്നുന്നു സിദ്ധു. അതും പറഞ്ഞ് അവന്റെ തോളിലുണ്ടായിരുന്ന തോർത്തെടുത്ത് അവളുടെ മുടി തുടക്കാൻ നിന്നതും ഞാൻ തുടച്ചോളാം അയാന. വേണ്ട, ഞാൻ തുടച്ചോളാം. അതും പറഞ്ഞ് അവൻ അവളുടെ മുടി തോർത്തുമ്പോൾ ഒരു അത്ഭുതത്തോടെ അവൾ നിന്നു. ഇങ്ങനെ മുടി വെള്ളം നിന്ന ജലദോഷം പിടിക്കും. അതുമല്ല, സ്ഥലം മാറി വെള്ളവും മാറി. അപ്പോ ജലദോഷമുണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ട്. അവൻ അതും പറഞ്ഞ് തോർത്തി കൊടുത്തുകൊണ്ട് മാറി നിന്നതും അപ്പോഴേക്കും അയാന തുമ്പിയിരുന്നു. കണ്ടില്ലേ ഇപ്പൊ എന്തായി ഞാൻ പറഞ്ഞത് സിദ്ധു. ഏയ്, ഇത് ഞാൻ കറിയിലേക്ക് മുളക് പൊടി ഇട്ടപ്പോൾ മൂക്കിലേക്ക് കയറിയിരുന്നു. തുമ്പ റെഡിയായി നിൽക്കുമായിരുന്നു ഞാൻ. പക്ഷേ തുമ്പിയത് ഇപ്പോഴാണ് അയാന. അതും പറഞ്ഞ് അവളൊന്നും പുഞ്ചിരിച്ചു. നീ ഇത്ര പെട്ടെന്ന് എല്ലാം റെഡിയാക്കിയോ? അതും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ തിണ്ണയിലിരുന്നു. ഞാനൊക്കെ 9:30 പണിക്ക് പോവാൻ ഇറങ്ങുക. അപ്പോൾ ഒരു 9 മണിക്ക് എണീറ്റ് ചായ ഉണ്ടാക്കി കുടിക്കും. ചായയും കുടിച്ച് കുളിച്ച് ഒരോട്ടമായിരിക്കും. വീടെല്ലാം ലീവുള്ള അന്നെല്ലാം ഒന്ന് തൂത്തു തുടച്ച് വൃത്തിയാക്കും. വീട്ടിൽ തനിച്ചായതുകൊണ്ട് വലിയ പണിയൊന്നുമില്ല സിദ്ധു. അവിടെയെല്ലാം നേരത്തെ ഉണ്ടാക്കി ശീലിച്ചു. ജോലിക്ക് പോയിരുന്ന സമയത്ത് എല്ലാതും പെട്ടെന്ന് ഓടി നടന്നങ്ങ് നടത്തും അയാന. പുട്ട് പാത്രത്തിലേക്ക് തള്ളിയിടുമ്പോൾ അവൾ പറഞ്ഞു, അല്ല, ഇങ്ങനെ ഇരുന്നാ മതിയോ? കുളിയൊന്നുമില്ലേ അയാന? പെട്ടെന്ന് അവൾ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചതും അയ്യോ, ഞാനത് മറന്നുപോയി, വെള്ളമില്ല, കഴിഞ്ഞിരുന്നു സിദ്ധു. അതാ ശരിയാ, കറണ്ടില്ല. ഞാനേ കുളിക്കാൻ വെള്ളമുണ്ടായിരുന്നു. ഇവിടെ പാത്രം കേൾക്കുമ്പോൾ വെള്ളം കഴിഞ്ഞതും ഞാൻ കുറച്ച് വെള്ളം കിണറ്റിൽ നിന്നും കോരിക്കൊണ്ട് വന്നു. നിങ്ങൾക്ക് കുളിക്കാനാവുമ്പോഴേക്കും വെള്ളം കോരണമെന്ന് വിചാരിച്ചു വെച്ചിരുന്നു. ഞാൻ പണിയുടെ ഇടയിൽ മറന്നുപോയി അയാന. അവൾ പെട്ടെന്ന് അവളുടെ തലക്കൊന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞതും അവനൊരു ചിരിയോടെ ഇതെല്ലാം ഇവിടെ സ്ഥിരമാണ്, ഞാനേ കിണറിൻ്റെ അരികിൽ നിന്നും കുളിച്ചോളാം സിദ്ധു. അതും പറഞ്ഞ് അവൻ പുറത്തേക്കിറങ്ങിയതും അവളൊരു പുഞ്ചിരിയോടെ അത് നോക്കി. സിദ്ധു ഏട്ടാ, സിദ്ധു ചേട്ടാ. അപ്പോഴാണ് മുമ്പിൽ നിന്നും ഒരു വിളി കേൾക്കുന്നത്. ആരോ വിളിക്കുന്നുണ്ട് അയാന. അവൾ അതും പറഞ്ഞു മുമ്പിലെ വാതിൽ തുറന്നു. പുറത്തേക്ക് വരുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവിടെ പുറംതിരിഞ്ഞു നിൽപ്പുണ്ട്. അയാന ഒന്ന് ചുമച്ചതും അവൻ തിരിഞ്ഞു നോക്കി. അവനെ കണ്ടതും അവളൊന്ന് ഞെട്ടി. അതേ അവസ്ഥയായിരുന്നു അവനും. ആ അക്ഷയ്, താനിവിടെ? അയാന ഞെട്ടൽ മാറി അത്ഭുതത്തോടെ ചോദിച്ചു. നിന്നെ ഇവിടെ കണ്ട് അത്ഭുതപ്പെട്ടത് ഞാനാണ്. അന്ന് ആ ഇന്റർവ്യൂവിനെ കണ്ടതിന് ശേഷം ഇന്നാണ് നിന്നെ കാണുന്നത്, അതും സിദ്ധു ചേട്ടൻ്റെ ഭാര്യയായി അക്ഷയ്. അതിന് മറുപടിയായി അവളൊന്ന് പുഞ്ചിരിച്ചു. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെ. വീട്ടിൽ പശുവുണ്ട്. ഇവിടെ പാല് വേണമെന്ന് സിദ്ധു ചേട്ടനെ വിളിച്ചു പറഞ്ഞിരുന്നു. അതുകൊണ്ട് വരുന്ന വയ്യ. സിദ്ധു ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞത് പറയുന്നത് കേട്ടിരുന്നു. ആരാ ആള് എന്ന് അറിഞ്ഞില്ല. പക്ഷേ പുഞ്ചിരിയോടെ പാലും കുപ്പി നൽകിക്കൊണ്ട് അവൻ പറഞ്ഞു, നീ വേറെ ഇന്റർവ്യൂവിനൊന്നും പോയില്ലേ അയാന? ആ, നിലവിലിപ്പോ ചെറിയ ഒരു പണിയുണ്ട്, പിന്നെ പാൽ വിൽപ്പനയുമുണ്ട്. അല്ല, നീ അന്ന് ആ ജോലിക്കെല്ലാം കയറി ജോലിക്ക് പോകാറില്ലേ അക്ഷയ്?
ആ ജോലിയൊന്നും എനിക്ക് പറഞ്ഞതല്ല. അത് അധികം വൈകാതെ ഒഴിവാക്കി വരേണ്ടി വന്നു. അയാന: ആഹാ, നിങ്ങൾക്ക് പരിചയവുമുണ്ടോ? സിദ്ധു. കുളിയെല്ലാം കഴിഞ്ഞ് മാറ്റിയൊരുങ്ങി സിദ്ധു പുറത്തേക്ക് വന്നു. ഞങ്ങൾ പണ്ട് ഒരു ഇന്റർവ്യൂവിന് പോയപ്പോ കണ്ട് പരിചയപ്പെട്ടതാ. അയാന: അതെ അതെ, അന്ന് ഇവൾക്ക് ജോലി കിട്ടി, എനിക്ക് കിട്ടിയില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നാ എൻ്റെ ഉള്ള ജോലിയും ഇപ്പൊ പോകും. നേരം വൈകി ഞാൻ പോകുക, ഇനി പിന്നെ കാണാം. അക്ഷയ്: എന്നാ അങ്ങനെ ആവട്ടെ. സിദ്ധു അങ്കിളേ. അപ്പോഴാണ് അവിടേക്ക് ഒരു കുട്ടി കയ്യിൽ പാത്രമെല്ലാം പിടിച്ചുകൊണ്ട് വരുന്നത്. ഹാരിത്, ദേവി മോളോ? വാ. സിദ്ധു: ഇത് അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാ. സിദ്ധു പറയുന്നത് കേട്ടതും അവൾ ഒരു പുഞ്ചിരിയോടെ ആ കുട്ടിയുടെ തലയിൽ തലോടി. വാ മോള്, അകത്തേക്ക് വാ. അയാന: ഇത് സിദ്ധു അങ്കിളിൻ്റെ ആൻറ്റിയാണോ? ഇന്നലെ അമ്മ പറഞ്ഞു സിദ്ധു ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന്. ദേവിമോൾ: അതേലോ. സിദ്ധു: ഇത് ദോശയാ, മുത്തശ്ശി ഇവിടെ നൽകാൻ വേണ്ടി പറഞ്ഞു. ദേവിമോൾ: അയ്യോ മോളെ, ഇതൊന്നും വേണ്ടായിരുന്നു. അയാന: അവിടെ മുത്തശ്ശി ഞാനിവിടെ തനിച്ചല്ലേ എന്നും പറഞ്ഞ് ഇതുപോലെ പലതും കൊടുത്തു വിടാറുണ്ട്, നീ അത് വാങ്ങി വെക്ക്. സിദ്ധു. അയാന ഒരു പുഞ്ചിരിയോടെ അത് വാങ്ങി അകത്തേക്ക് പോയി. അവളുണ്ടാക്കിയ പുട്ടും കടലക്കറിയും ആ പാത്രത്തിലാക്കി കൊണ്ടുവന്നു. ഇത് മോൾ കൊണ്ടുപോയിക്കോ. അതും പറഞ്ഞ് വാങ്ങി ഓടിച്ചാടി പോകുന്നത് അവർ ഒരു പുഞ്ചിരിയോടെ നോക്കി. ഇവിടെ ഉള്ളവരെല്ലാം ഭയങ്കര സ്നേഹമുള്ളവരാ, എന്തെങ്കിലും വന്നാൽ ഓടിയെത്തും. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട, വാ ചായ കുടിച്ച് ഇറങ്ങാൻ നോക്കട്ടെ. ഇങ്ങനെ ഇരുന്നാൽ ഇന്നത്തെ എൻ്റെ പണിക്ക് പോകുന്നത് വൈകും. സിദ്ധു. രണ്ടുപേരും അടുക്കളയിൽ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ: നിനക്ക് വല്ലതും പഠിക്കാൻ പോകണം എന്നുണ്ടോ? സിദ്ധു. പഠിക്കാനോ? അതൊക്കെ നടന്നത് തന്നെ, അതൊന്നും ഇനി നടക്കില്ല. അയാന: എന്ത് നടക്കില്ലെന്ന്? ഞാൻ കാര്യത്തില്ല. എൻ്റെ കയ്യിൽ നിന്നെ പഠിപ്പിക്കാനുള്ള പൈസയെല്ലാം ഉണ്ട്, ടൈമൊന്നും വൈകിയിട്ടില്ല, ഇനിയും പഠിക്കാം. സിദ്ധു. അത് കേട്ട് അവളൊരു ഞെട്ടലോടെ അവനെ നോക്കി. പക്ഷേ അതൊന്നും നടക്കില്ല. ഞാൻ പഠിച്ച ബികോം എല്ലാം ഞാൻ മറന്നിട്ടുണ്ട്, അതിൻ്റെ തുടർച്ചയൊന്നും നടക്കില്ല. അതിന് അത് തുടരണമെന്ന് നിർബന്ധമുണ്ടോ? ഇപ്പോ എല്ലാ മേഖലയിലും ഒത്തിരി കോഴ്സ് ഉണ്ട്, അതെല്ലാം പഠിക്കാലോ. സിദ്ധു. സത്യം പറഞ്ഞാൽ പഠിക്കാതെ ജോലി കിട്ടാതെ കഷ്ടപ്പെട്ടപ്പോൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു തുടർ പഠനം. പക്ഷേ ഇപ്പോ ആഗ്രഹമില്ല എന്നല്ല, പക്ഷേ ഇങ്ങനെ ഒന്ന് പ്രതീക്ഷിക്കാതെ കേൾക്കുമ്പോൾ. അയാന. അവൾ അതും പറഞ്ഞ് നിറപുഞ്ചിരിയോടെ അവനെ നോക്കി. നീ കഷ്ടപ്പെട്ട് ഓടി നടക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു, നീ എൻ്റെ ഭാര്യയായി തീരുകയാണെങ്കിൽ നിനക്ക് നല്ല ഒരു വിദ്യാഭ്യാസം, നീ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തോ അത് ഞാൻ നൽകുമെന്നുള്ളത്. അത് അന്ന് വെറുതെ സ്വപ്നം കണ്ടിരുന്നു എങ്കിൽ ഇപ്പോൾ എനിക്കത് കാണണം. ഞാൻ ജോലിക്ക് പോയാൽ വൈകുന്നേരം വരെ നീ ഇവിടെ തനിച്ച് നിൽക്കാതെ നീ പഠിക്കാൻ പോകുന്നു, എങ്ങനെയുണ്ട്? അതും പറഞ്ഞ് അവളെ നോക്കുമ്പോൾ അവളിൽ അത്ഭുതവും സന്തോഷവും നിറഞ്ഞു നിന്നിരുന്നു. രണ്ടുപേരും എണീറ്റു കൈ കഴുകി. ഇത്രയും നാളും വീട്ടുകാർക്ക് വേണ്ടി എൻ്റെ ഭാര്യ ഓടി നടന്നില്ലേ, ഇനി എൻ്റെ ഭാര്യ ഒന്ന് വിശ്രമിക്ക്. അതും പറഞ്ഞ് അവളെ ഒന്ന് അവൻ ചേർത്ത് പിടിച്ചതും അവൾ പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ആദ്യം അവനൊന്ന് ഞെട്ടിയെങ്കിലും അവൻ സന്തോഷത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്, എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. അയ്യേ, വലിയ ചേച്ചിയാ, ബോൾഡായ അയാന എന്ന അമ്മുവിന് ഇങ്ങനൊരു മുഖമുണ്ടായിരുന്നോ? സിദ്ധു. അവൻ കളിയാക്കിക്കൊണ്ട് അവളുടെ മുഖം പൊക്കി പിടിച്ചുകൊണ്ട് ചോദിച്ചതും ആ കണ്ണുനീരിൻ്റെ ഇടയിലും അവളൊന്ന് പുഞ്ചിരിച്ചു. അയ്യോ, നേരം ഒരുപാടായി, ഇറങ്ങാൻ നോക്ക്. അയാന. എന്തോ ഓർത്തുകൊണ്ട് അവൾ പറഞ്ഞതും അവനൊരു പുഞ്ചിരിയോടെ, ഞാൻ പോയി വരുമ്പോൾ എന്താണ് പഠിക്കാൻ പോകുന്നത് എന്ന തീരുമാനം വേണം, കേട്ടല്ലോ. നിനക്കിവിടെ ഇങ്ങനെ തനിച്ചിരിക്കാൻ പേടിയുണ്ടോ? സിദ്ധു. എനിക്ക് ഭയമൊന്നുമില്ല അയാന. എന്നാൽ എനിക്ക് ആ ധൈര്യം പോരാ, നിനക്ക് കൂട്ടിന് ഒരാളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സിദ്ധു. അതും പറഞ്ഞ് അവൻ പുറത്തേക്കിറങ്ങി. ആരോട്? ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ? അയാന.
അവളൊരു പുഞ്ചിരിയോടെ ചോദിച്ചു. നീ കൊച്ചു കുട്ടിയാണെന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ കൂട്ടിന് വരുന്ന ആളെ കണ്ട നീ ഹാപ്പിയാവും. അവനത് പറഞ്ഞു തീർന്നതും അവിടേക്ക് അപ്പു സൈക്കിളിൽ എത്തിയിരുന്നു. അവനെ കണ്ടതും അയാന ഒന്ന് അത്ഭുതപ്പെട്ടു. അളിയാ, പോകാൻ നിൽക്കുവാണോ? ഞാൻ എത്താൻ വൈകിയോ? അപ്പു: ഇല്ല അളിയ, ഞാനിനി വന്നിട്ട് സംസാരിക്കാം. ചേച്ചിയും അനിയും മിണ്ടിയും പറഞ്ഞും ഇരിക്ക്. രാത്രി ഭക്ഷണം ഉണ്ടാക്കാൻ നിൽക്കേണ്ട, ഞാൻ പുറത്തു നിന്നും കൊണ്ടുവന്നോളാം. സിത്തു ബൈക്കിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു. അയാന ഒരു പുഞ്ചിരിയോടെ തലയാട്ടി. തുടരും.